Hello friends, welcome to my channel. ഇന്നത്തെ എൻ്റെ ഡിഷ് പൈനാപ്പിൾ കാളനാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. आज हम बनाने जा रहे हैं केरला स्पेशल सद्या स्पेशल है. स्वीट करी है, वो पाइनएप्पल से बनाता है. हम लोग आज बनाएंगे पाइनएप्पल कालन. दिखाएंगे कैसे है. നമുക്കിത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. इसका छिलका निकाल के साफ करके आएंगे. പൈനാപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ മുള്ളും എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ का पूरा काटा पूरा निकाल के रख दिया है. अभी हम लोग काटेंगे. നമുക്ക് ഇപ്പം നല്ലതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കകത്തെ ആ കട്ടിയുള്ള ഭാഗം മുറിച്ച് മാറ്റാം. ഇത് ज़्यादा छोटा नहीं करना. ഒത്തിരി ചെറുതാക്കി നമുക്കിത് എടുക്കരുത്. ऐसे कटिंग करके लेंगे. देखिए ഇതേപോലത്തെ പീസുകളാക്കി നമുക്ക് എടുക്കാം. ऐसे पीस करके लेंगे. എല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. सब कट करके डाल दिया है. अभी हम लोग प्रिपेयर करने जा रहे हैं. നമുക്കിപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ रखा है, मट्टी का है. इसमें हम डाल रहे नारियल तेल. നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. नारियल तेल हम डाल रहे, लेकिन आप लोग का मर्जी का जैसे रिफाइंड ऑयल से भी हो जाएगा. अभी हम 1 टेबल स्पून नारियल तेल डाल रहे. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ലതായിട്ടൊന്ന് ചൂടായി വരട്ടെ. अच्छे से गरम होने के लिए रखेंगे. എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞു. तेल अच्छे से गरम हो गया. अभी हम थोड़ा करियापत्ता डालते हैं. ഞാനിപ്പോൾ ആദ്യം കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, अदरक, लहसुन, हरी मिर्च अभी इसमें डालना है. अदरक लहसुन एकदम थोड़ा से चाहिए. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി കുറച്ചിട്ടാൽ മതി. സബോളയും കൂടെ ചെറിയതായിട്ട് അരിഞ്ഞ. സബോള എല്ലാം നല്ലത്, ചെറിയ ഉള്ളിയാണ് നല്ലത്. എൻ്റെ ഈ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു. നമുക്ക് കുറച്ച് സബോള അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. थोड़ा प्याज फ्राई करने के लिए डालेंगे. इसके लिए छोटा प्याज अच्छा है. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇപ്പം ഇതിന് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഹൽദി പൗഡർ അബി इसमें डाल दें, 1/2 ടീസ്പൂൺ. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. മഞ്ഞളിൻ്റെ മണം മാറിക്കഴിഞ്ഞ ശേഷം हल्दी थोड़ा फ्राई होने के बाद हम लोग डाल दें पाइनएप्पल. നമുക്ക് പൈനാപ്പിൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പിട്ട് കൊടുക്കാം. അബി നമക് डाल दें. अच्छे से मिक्स करना है. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. लो फ्लेम में डाल के 10 मिनट थोड़ा पकने के लिए रखेंगे. मुरी तേങ്ങ എടുത്തിട്ടുണ്ട്. आधा नारियल लिया है. अभी मिक्सी का जार में डाल रहे हैं. മിക്സിയുടെ ജാറിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ जीरा डाल रहे. ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. थोड़ा प्याज भी इसमें डाल के अच्छे से पीसेंगे. നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. आधा कप पानी भी डाल के अच्छे से पीसना है. നല്ലതായിട്ട് വെണ്ണ നെയ്യ് പോലെ അരയ്ക്കുന്നെന്ന് പറഞ്ഞ പോലെ അരച്ചെടുക്കണം. ഇത് अच्छे से पीस के आएंगे. തേങ്ങ ഞാൻ നല്ലതായിട്ട് അരച്ചിട്ടുണ്ട്. നോക്കിക്കേ, ദഹി ജൈസെ പീസ്നാ है. पाइनएप्पल എത്രയാണെന്ന് നോക്കാം. पाइनएप्पल देखेंगे. देखिए अच्छे से पानी निकल गया. നല്ലതായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇത്തിരി കൂടെ വേവാനുണ്ട്. और थोड़ा पकना है और बंद करके रखेंगे. നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് പൈനാപ്പിൾ എത്രയാണെന്ന് നോക്കാം. പൈനാപ്പിൾ കൈസാ ഹോഗിയ വെക്കേക്ക് വേകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. അപ്പം അരച്ച് വെച്ചിരുന്ന തേങ്ങ പീസ് കെ രക്കാത്ത ഒന്നാരി രാത്രി കളഞ്ഞാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. अच्छे मिक्स करके बोल करने के लिए रखेंगे. നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി പൈനാപ്പിളും നമ്മുടെ തേങ്ങ അരച്ചതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. पाइनएप्पल और नारियल अच्छे से मिक्स करके रखने के लिए रखेंगे. നമ്മൾ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് വേവാൻ വേണ്ടി ചെറിയ തീയിലിട്ട് लो फ्लेम में डाल के पकने के लिए रखेंगे. നമുക്ക് പൈനാപ്പിൾ ഒന്ന് നോക്കാം. पाइनएप्पल देखेंगे अच्छे से पक गया है, मोटा हो गया. നമുക്ക് നല്ലതായിട്ട് വെള്ളം എല്ലാം പറ്റി കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് വെച്ച് തണുപ്പിക്കാം. थोड़ा
खोल के ठंडा करने के लिए रखेंगे। ऑफ करना है, ऑफ ചെയ്ത് തണുക്കാൻ വെക്കാം। अभी हम देखिए दही लिया है, एक बाउल दही लिया है। നമ്മൾ ഒരു പാത്രം തൈര് എടുത്തിട്ടുണ്ട്, അത് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് കൊടുക്കാം। മിക്സി का जार में डाल दें, एक बार खाली बीट करना है। നമുക്ക് ഒറ്റ പ്രാവശ്യം ബീറ്റ് ചെയ്തെടുത്താൽ മതി। നമ്മൾ തൈര് ഒത്തിരി ഉടച്ച് കളയില്ല। പൈനാപ്പിൾ നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞു, ഒട്ടും തന്നെ ചൂട് പാടില്ല। ബിൽക്കുൽ ഗരം നെയ് चाहिए इसमें। अभी इसमें डाल रहे दही। നമുക്ക് ദഹി ഒഴിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ചൂട് പാടില്ല। ദഹി डालने का टाइम बिल्कुल गरम नहीं होना चाहिए। നമുക്ക് ഒഴിച്ചു കൊടുക്കാം, നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം। അച്ഛത്തെ മിക്സ് करना है। തൈര് ഒഴിച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു। നമ്മുടെ കാളൻ ഇത്രയും തിക്കായിട്ടിരിക്കണം, നോക്കിക്കേ, इतना थिक होना चाहिए। अभी इसके लिए तड़का बनाएंगे। നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കടുക് വറുത്തെടുക്കാം। ഞാൻ പാനിനകത്ത് ഇത്തിരി എണ്ണ വെച്ചിട്ടുണ്ട് കടുക് വറക്കാൻ। तड़का बनाने के लिए पैन रखा है छोटा वाला। अभी तेल गर्म हो गया। अभी थोड़ा सा मेथी डाल दें, ഉലുവായിട്ട് കൊടുക്കുക, ഇത്രയും थोड़ा सा मेथी डाल दें। 1 टीस्पून कടുക് ഇട്ട് കൊടുക്കുക, 1 टीस्पून सरसों डाल दें। उणका मुളക്, लाल वाला मिर्चा इसमें अभी डालना है। കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുക, थोड़ा കരിയാപ്പില, थोड़ा प्याज, നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക। നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അച്ചത്തെ ഫ്രൈ കറിയില്ല। നമ്മുടെ കടുക് വറുത്തത് ആയി കഴിഞ്ഞു। तड़का भी रेडी हो गया। अभी इसमें डाल रहे थोड़ा सा मिर्चा पाउडर। നമുക്ക് ഒരു ഇത്തിരി മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം। ഗ്യാസ് भी ഓഫ് करना है। നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം। अभी इसका ऊपर में डालना है। പൈനാപ്പിൾ കാളൻ റെഡിയായി കഴിഞ്ഞു। എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്, കൊച്ചു പിള്ളേർക്കും വലിയവർക്കും। നമ്മൾ സ്പെഷ്യൽ ഒക്കേഷനിൽ മാത്രം ഇത് ഉണ്ടാക്കുന്നതാണ്, സദ്യക്കൊക്കെ കിട്ടും। എല്ലാവരും ഇതുപോലെ ഒന്ന് പൈനാപ്പിൾ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണം। सब लोग थोड़ा घर में ट्राई करके देखिएगा। ये केरला का स्पेशल ओकेशन में खाली ये बनाता है, वो स्पेशली सद्या में बनाता है। सब लोग पसंद करेगा। प्लीज़ लाइक, शेयर एंड सब्सक्राइब। थैंक यू फॉर वॉचिंग।